ചങ്ങായിമാരെ, അപ്പോൾ ഇനി മുതൽ നമ്മളെ പ്രൈവറ്റ് ബസ്സുകളിലും അതേപോലെ KSRTC ബസ്സുകളിലും ഏത് ബസ്സുകളിലും ആണെങ്കിൽ തന്നെ പെൺകുട്ടികൾ ഫോൺ ക്യാമറ ഓണാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല. അത് ബസ്സുകാർ വിടുന്നുണ്ടെങ്കിലും യാത്രക്കാരായ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അതായത് പെണ്ണുങ്ങളെ ഭാഗത്ത് പെണ്ണുങ്ങൾ തന്നെയല്ലേ നിൽക്കുക. അപ്പോൾ അവർ കണ്ട അവരും അത് പിടിച്ചു വെക്കണം. കാരണം ഒരു കാരണവശാലും ഇതേപോലെയുള്ള തെണ്ടിത്തരങ്ങൾ ഇനി അനുവദിച്ചു കൊടുത്തുകൂടാ. അവളൊക്കെ എങ്ങനെയായാലും ഈ കേസിൽ നിന്ന് ഊരി വരുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. കാരണം എന്ന് വെച്ചാൽ നിയമത്തിൻ്റെ ആ ഒരു ഇവിടാന്ന് വെച്ചാൽ അത്രയും എന്താ പറയേണ്ട സ്ത്രീ ശാക്തീകരണം മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ പുരുഷ കമ്മീഷനെല്ലാം ഇപ്പം വരുന്നത്രേ. കാരണം വെച്ചാൽ അതിന് ഇനി കൂടുതൽ പവർ വരാൻ തന്നെ കുറച്ച് കാലങ്ങളൊക്കെ എടുക്കും. അതുവരെ നമ്മൾ കരുതിയിരിക്കണം. ഇതെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, വഴിയെ പോകുന്നവരെയൊക്കെ കുടുക്കിയിട്ടാണ് ഇവർ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നത്. സ്ത്രീകൾ അല്ല പെൺകുട്ടികൾ. ഇപ്പോൾ സ്ത്രീകൾ എന്ന് വെച്ചാൽ പിന്നെ എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റൂലേ. ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്രശ്നത്തിൽ. ആ പാവം മനുഷ്യനെ ആ ഒരു അവരുടെ ആ ഒരു വിയോഗത്തിൽ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട്. ഈ പെണ്ണിന് നേരെ പ്രതികരിച്ചിട്ടുണ്ട്. അവർക്കറിയാം. കാരണം എന്ന് വെച്ചാൽ പുരുഷന്മാരെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നതിൽ വളരെ അവർക്കും ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാവും. കാരണം വെച്ചാൽ ഉണ്ടാവാതിരിക്കുമോ? കാരണം വീട്ടിലും പുരുഷന്മാരൊക്കെ ഇല്ലേ. നാളെ അവരുടെ സ്ഥിതി ഇങ്ങനെ ആയാൽ ഇവർ പൊറുക്കുമോ? ഇല്ലല്ലോ. അവർക്ക് ആദ്യം കണ്ടുകൂടാന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് എല്ലാവരെയും വേണ്ടേ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചാൽ എപ്പം വേണ്ടിക്കലും എന്താ പറയണ്ടേ, ചെറിയ രീതിക്കുള്ള ശിക്ഷ ഇളവൊക്കെ കൊടുത്തിട്ട് വിടും. പക്ഷെ നേരെ മറിച്ച് ആണുങ്ങളെ അങ്ങനെയല്ല. ആണുങ്ങൾക്കൊരു കേസ് വന്നാൽ അറിയാമല്ലോ, ഒരുപാട് നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പെടുത്തിയതാണ് 7ഓളം വീഡിയോകൾ പ്രചരിപ്പിച്ചിട്ട് പോലീസിന് കൊടുക്കാതെ തന്നെ ഇത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ, അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവളെ തലയിൽ കളിമണ്ണാന്നുള്ള കാര്യത്തിൽ ഒരുപാടാണ്. വെച്ചാൽ മറ്റോളെ കണ്ടിട്ടാണ് ഇവൾ ചെയ്തത്. അപ്പോഴത്തേക്ക് ഇവളാന്ന് വിട്ടുപോയതെന്ന് പറഞ്ഞാൽ മുകളിലൊരാളുണ്ട്, എല്ലാം കാണുന്നുണ്ട്. നീ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതെല്ലാം അങ്ങേർക്കറിയാം. കാരണം വെച്ചാൽ അത്രയും എന്താ പറയണ്ടേ, അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റാണ് ഇവരിപ്പം ചെയ്തു കൂട്ടുന്നത്. ഇവരോടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ്റെ വിയോഗം. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ട, നമ്മളെ ആരും അല്ലെങ്കിലും നമ്മുടെ ഒരു സഹോദരനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സഹോദരനായിട്ട് തന്നെ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. വേറൊരാൾക്കും നാളെ എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലുള്ളവർക്കും ഈ ഒരു സ്ഥിതി വരാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. എപ്പോഴും കരുതിയിരിക്കുക. ഇനി ഈ ഫോൺ ക്യാമറ ഓണാക്കിയിട്ടുള്ള ഈ പരിപാടി ഉണ്ടെങ്കിൽ പിടിച്ച് വാങ്ങുക തന്നെ വേണം. ആ ഫോൺ കൊടുക്കാൻ പാടില്ല. അത്രയും എന്താ പറയണ്ട നെറുകെട്ട പ്രവൃത്തിയൊന്നും ചെയ്തിട്ട് ഈ തമിഴ്നാട്ടിലും കർണാടകയിലും ഇല്ലാത്ത അത്രയും പ്രശ്നങ്ങളൊന്നും ഇവിടെയും ഇല്ല. ഇവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരല്ല. ചിലരങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാവരും അല്ല എന്നുള്ള കാര്യം ഇവരെ